എല്ലാവർക്കും നമസ്കാരം. തഥാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാഡമിയുടെ ദശമഹാവിദ്യ ക്ലാസ്സിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദശമഹാവിദ്യ ക്ലാസിന്റെ ഏകദേശം 6ാമത്തെ ബാച്ചാണ്. നമുക്ക് നിരവധി ആയിട്ടുള്ള അന്വേഷികൾ കൂടുതലായി പങ്കെടുക്കുന്ന ഒരു കോഴ്സാണ്. കാരണം സാധന ഏത് തരത്തിലേക്ക് കൊണ്ടുപോകണം, എൻ്റെ ഇഷ്ടദേവത ആരാണ്, ഏത് വഴി ഞാൻ തിരഞ്ഞെടുക്കണം എന്നതിലൊക്കെയുള്ള വെളിച്ചം നൽകുന്ന ഒരു ക്ലാസ്സാണ് പലപ്പോഴും ദശമഹാവിദ്യ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ പുതിയ ആളുകളോടൊപ്പം തന്നെ പലപ്പോഴും റിപ്പീറ്റേഴ്സും ഉണ്ടാവാറാണ്. ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സമയങ്ങളും, ഓരോ ബാച്ച് ആണെങ്കിലും അതിൽ ഓരോ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതിൽ നിന്നും അപ്പുറത്തേക്ക് എന്തൊക്കെയോ വീണ്ടും കിട്ടുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാവണം എപ്പോഴും ദശമഹാവിദ്യയിൽ അങ്ങനെ കണ്ടുവരാറുണ്ട്. നമ്മളോടൊപ്പം ഈ ക്ലാസ്സിൽ ഉണ്ടാവുക ഡോക്ടർ ആർ രാമാനന്ദാണ്. അദ്ദേഹം അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ ഡയറക്ടറും ഒപ്പം ഋതംബര എക്കോ സ്പിരിച്വൽ കമ്മ്യൂണിന്റെ സെക്രട്ടറിയും ശിവം മാഗസിനിന്റെ എഡിറ്റർ ഇൻ ചീഫ് കൂടിയാണ്. ജയനയിൽ നിന്ന് PhD കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ കൂടുതൽ സമയം തന്ത്ര സംബന്ധിയായ വിഷയങ്ങളുമായി ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും പുസ്തകരചനകളെല്ലാം നടത്തി വരികയാണ്. കൂടുതൽ പേർക്കും രാംജിയെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പുതിയ പേരുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഒന്നുകൂടെ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് വളരെ സ്നേഹത്തോടു കൂടിയും ആദരവോടുകൂടിയും രാംജിയെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാം. രാംജി, നമസ്കാരം. നമസ്കാരം വിഷ്ണു. നമസ്കാരം. തുടങ്ങാം, നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പരിചയമുള്ള മുഖങ്ങളാണ് മുമ്പിലുള്ളത്. അപ്പം അതുകൊണ്ട് പഴയ ക്ലാസ്സിൻ്റെ തുടർച്ച പോലെ എനിക്ക് തോന്നി അങ്ങനെ സംസാരിച്ചു പോകും. കുറേ പേര് പരിചയമില്ലാത്ത ആളുകളൊക്കെ വീഡിയോ ഓഫാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അവരെ മുമ്പിൽ കാണുന്നില്ല. ശരി, എന്തായാലും ദശമഹാവിദ്യ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ദശമഹാവിദ്യ. എനിക്ക് തോന്നുന്നു 5ാമത്തെ ബാച്ചാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ബാച്ചിൽ കഴിഞ്ഞ 5 തവണയും സംസാരിച്ച സമയത്തും ക്ലാസ് എടുത്ത സമയത്തും ദശമഹാവിദ്യയുടെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളെ അല്ലെങ്കിൽ പല ലെയേഴ്സിനെ നമുക്ക് പരിചയപ്പെടാൻ അവസരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. മുമ്പേ ക്ലാസ്സിൽ പങ്കെടുത്തവരിലുണ്ട്. അതിൻ്റെ മെഡിറ്റേഷൻസ്, ആ പന്ഥാവിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ടായി. പല പന്താവുകളിലേക്കും പോകാൻ താല്പര്യമുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളുടെ വിജയമായി, ധന്യതയായി നമ്മൾ കരുതുന്നത്. ഈ ക്ലാസ്സിലും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം അതുതന്നെയാണ്. അതുകൊണ്ട് ദശമഹാവിദ്യകൾ എന്ന പേരിൽ ആദിശക്തിയുടെ, പരാശക്തിയുടെ 10 പ്രാദുർഭാവങ്ങളെ പരിചയപ്പെടുത്തുക, അതിൻ്റെ വിവിധങ്ങളായിട്ട് ഉപാസനാ തലങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അതിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുക, അതിൻ്റെ യോഗത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. തന്ത്രത്തിൽ ഏത് കാര്യത്തിനും 4 പാദങ്ങളുണ്ട് എന്നാണ് പറയാറുള്ളത്. ഞാൻ ദശമഹാവിദ്യയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞ സമയത്ത് പറഞ്ഞു. അതിൽ ആദ്യത്തെ പാദത്തിൻ്റെ പേര് വിദ്യാപാദം അഥവാ ജ്ഞാനപാദം എന്നുള്ളതാണ്. അറിവുണ്ടാവുക ഒരു വിഷയത്തിൽ എന്നുള്ളതാണ്. അറിവില്ലാതെ ക്രിയ ഉണ്ടായിട്ട് കാര്യമില്ല, ക്രിയ ഇല്ലാതെ അറിവുണ്ടായിട്ടും കാര്യമില്ല. അറിവില്ലാത്ത ക്രിയയും ക്രിയയില്ലാത്ത അറിവും ഗുണം ചെയ്യുന്നതല്ല. അതുകൊണ്ട് അറിവുണ്ടാവുക, ആ അറിവിനെ പരിപോഷിപ്പിക്കുന്ന ക്രിയ ഉണ്ടാവുക. അപ്പൊ ക്രിയാപാദമാണ് 2ാമത്തത്. 3ാമത്തത്, ക്രിയയിൽ നമ്മൾ പറയുന്ന സമയത്ത് ക്രിയയ്ക്ക് 2 തരത്തിലുള്ള ഭാവങ്ങളുണ്ട്. ഏത് ക്രിയയ്ക്കും 2 തരത്തിലുള്ള ഭാവങ്ങളുണ്ട്. ഒന്ന് ബാഹ്യക്രിയ, 2 ആന്തരിക ക്രിയ. നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആന്തരികമായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ശിവലിംഗത്തിൽ പുഷ്പാർച്ചന ചെയ്യുന്ന സമയത്ത് ബാഹ്യമായാണ് പുഷ്പാർച്ചന ചെയ്യുന്നത് എങ്കിൽ ആന്തരികമായിട്ടും അത്തരത്തിലുള്ളൊരു പുഷ്പാർച്ചനയ്ക്കുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിയ എന്ന് പറയുമ്പോൾ ആന്തരികവും ബാഹ്യവുമാണ്.
ആന്തരികമായിട്ടൊരു ക്രിയ മാറുന്ന സമയത്ത് ആ ക്രിയ എന്തായിട്ട് മാറും? ഇതൊരു ചോദ്യമാണ്. ആ ക്രിയ യോഗമായിട്ട് തീരും. അതൊരു യോഗമാണ് എന്ന് വെച്ചാൽ അത് തികച്ചും അന്തർയാഗക്രമമാണ്. അകത്താണ് എല്ലാവിധ കാര്യങ്ങളും നടക്കുന്നത്. ശ്രീചക്രം പുറത്തും ഉപാസിക്കാം, അകത്തും ഉപാസിക്കാം. കൗളാചാരികൾ പുറത്ത് ശ്രീചക്രത്തെ ഉപാസിക്കുന്ന സമയത്ത് സമയാചാരികൾ ദഹരാകാശത്തിൽ ശ്രീചക്രത്തെ ഉപാസിക്കുന്നു എന്നാണ് പറയുക. അതുകൊണ്ട് ശ്രീചക്രത്തിന് വിയൽ പൂജത്വം ഉണ്ട് എന്നാണ് പറയുക. അപ്പൊ അതുപോലെ എല്ലാ ക്രിയകൾക്കും ഒരു ആന്തരികമായ ഒരു പരിപ്രേക്ഷ്യം ഉണ്ട്, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിനെ യോഗപാദം എന്നാണ് പറയുക. മറ്റൊന്ന്, അത് ഈ 3 കാര്യങ്ങളും നിത്യാനുഷ്ഠാനത്തിന്റെയും നൈമിത്തികാനുഷ്ഠാനത്തിന്റെയും ഭാഗമായിട്ട് മാറാം. എന്താ നിത്യാനുഷ്ഠാനം? നിത്യം ചെയ്യുന്ന ക്രിയയാണ് നിത്യാനുഷ്ഠാനം. ജപിക്കുക, തർപ്പണം ചെയ്യുക, നിത്യം ഹോമം ചെയ്യുന്നവരുണ്ട് ഹോമം ചെയ്യുക, നിത്യം അതായത് തർപ്പണം, ഹോമം, മന്ത്രജപം തുടങ്ങിയവ, അല്ലെങ്കിൽ ദാനം തുടങ്ങിയവ നിത്യവും നിർവഹിക്കുന്ന സമയത്ത് അത് നിത്യാനുഷ്ഠാനമായിട്ട് മാറി. അത് എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സമയത്താണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഭൈരവി ഉപാസിക്കുന്ന ഒരാൾ ഭൈരവിയുടെ മന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്നത് നിത്യാനുഷ്ഠാനാണ്. പക്ഷെ ഭൈരവിക്ക് പ്രാധാന്യമുള്ള ചില ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് ആ ദിവസങ്ങളിൽ പ്രത്യേകമായി ജപിക്കുകയും ആ ദിവസത്തെ ഒബ്സർവ് ചെയ്യാം, ആ ദിവസത്തെ നിരീക്ഷിച്ചുകൊണ്ട് ആ ദിവസത്തിൽ കൂടുതലായി ചില കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിശ്ചിതമായ കൗണ്ട് ഇന്ന് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതൊക്കെ നൈമിത്തിക അനുഷ്ഠാനമാണ്. ഇങ്ങനെ നിത്യവും നൈമിത്തിക അനുഷ്ഠാനങ്ങളും ചേർന്ന് വരുന്ന സമയത്ത് അതിനെ ചര്യാപാദമായി, അത് ചര്യയായിട്ട് മാറി. അപ്പം 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാപാദം അഥവാ ജ്ഞാനപാദം, അത് നോളജാണ്. ക്രിയാപാദം അതിൻ്റെ റിച്വൽസ് ആണ്, പ്രാക്ടീസ് ആണ്. യോഗപാദം അതിൻ്റെ ആന്തരികമായ ധ്യാന പദ്ധതികൾ, യോഗ പദ്ധതികൾ, അതൊക്കെയാണ്. ചര്യാപാദം അതിനെ നിത്യാനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരിക എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ 4 പാദങ്ങളോട് കൂടിയതാണ് തന്ത്രത്തിലെ എല്ലാവിധ അറിവുകളും എന്ന് പറയാം. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു ഓൺലൈൻ ക്ലാസ്സാണ്. ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ക്രിയാപാദം സാധ്യമല്ല. പലപ്പോഴും ക്രിയാപാദം സാധ്യമല്ല. കാരണം ക്രിയാപാദത്തിന് നേരിട്ടുള്ള സൂപ്പർവിഷൻ ആവശ്യം ആണ് പല കാര്യങ്ങളും. ചര്യാപാദം പഠിപ്പിക്കാം, പറഞ്ഞു തരാം, പക്ഷേ അത് ഫോളോ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം നമ്മുടേതാണ്. അത് പിന്തുടരേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിന് ഉള്ള ഒരു പ്രത്യേകത, അതിൽ 2 പ്രധാന ഘടകങ്ങളെയായിരിക്കും നമ്മൾ ആദ്യം സ്വീകരിക്കുന്നത്. അത് ദശമഹാവിദ്യയുടെ ജ്ഞാനവും അതിൻ്റെ യോഗവുമാണ്. എങ്ങനെ അത് ഇന്റേണലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ദശമഹാവിദ്യയുടെ ദീക്ഷ ഇതിലൂടെ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇതിലൂടെ കൊടുക്കാൻ സാധ്യമല്ല. ദീക്ഷ കിട്ടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന്, ആ വഴിക്ക് പോകേണ്ട എങ്ങനെയൊക്കെയാന്ന് ഉള്ള അറിവ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ദീക്ഷ ഒരിക്കലും ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ ലഭിക്കുന്നതല്ല. ഓൺലൈൻ ക്ലാസ്സിലൂടെ ദീക്ഷ അങ്ങനെ കൊടുക്കാൻ സാധ്യമല്ല ഈ വിഷയത്തിൽ. പക്ഷെ ആ വഴിക്ക് പോയാൽ എന്തൊക്കെ ലഭിക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആ വഴിക്ക് പോവാം, ആരൊക്കെ അത് പഠിക്കുന്നുണ്ട് ഭാരതത്തിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ മഹാവിദ്യകളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ ദീക്ഷയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ യോഗ പന്ഥാവിനെ പരിചയപ്പെടാനുള്ള അവസരവും നമുക്കുണ്ടാവും. അതിലെ യോഗ എന്താണ്, അതെങ്ങനെയാണ് ഒരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് ആയിട്ട് അതിനെ കോൺടെംപ്ലേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് അറിയാനും സാധിക്കും എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ. അത് ആമുഖമായിട്ട് ഈ കാര്യം പറയാം. നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കുന്ന സമയത്ത് ദശമഹാവിദ്യകൾ എന്ന് കേട്ട ഒരുപാട് പേര് ഉണ്ടാവും. 10 മഹാവിദ്യകൾ. ദശം എന്ന് വെച്ചാൽ 10 എന്നും, മഹാ എന്ന് പറഞ്ഞാൽ വലുത് എന്നും, വിദ്യ എന്ന് പറഞ്ഞാൽ അറിവ് എന്നുമാണ് അർത്ഥം. മഹാവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മഹാവിദ്യ എന്നല്ല പറയാ, മഹാവിദ്യ എന്ന് ഒറ്റ വാക്ക. മഹത്തരമായ വിദ്യയാണ് അത് മഹാവിദ്യ എന്ന് പറയുമ്പോഴാണ്. പക്ഷെ മഹാവിദ്യ ഒറ്റ ആവുന്ന സമയത്ത് അത് ഒരു പ്രത്യേക കാര്യത്തെ നമ്മിൽ ഉണർത്താൻ പര്യാപ്തമായ വിദ്യയാണ് എന്ന് ചുരുക്കം. എന്താണ് ആ പ്രത്യേകമായ കാര്യം? പ്രത്യേകമായ കാര്യം മറ്റൊന്നുമല്ല, താൻ ഈശ്വര തുല്യനാണ്, അല്ലെങ്കിൽ താൻ ഈശ്വരനാണ് എന്ന അറിവ് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുവാൻ കെൽപ്പുള്ള വിദ്യകളെയാണ് മഹാവിദ്യകൾ എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശത്തിൽ, അതിൻ്റെ ലക്ഷ്യത്തിൽ, അതിൻ്റെ മാർഗത്തിൽ പറയുകയാണെങ്കിൽ
ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, ഭോഗവും ഭുക്തിയും മുക്തിയും ഒരുപോലെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന എന്തോ അതാണ് മഹാവിദ്യ. ചില വിദ്യകളുണ്ട് ഭോഗവിദ്യകളായിട്ടുള്ള വിദ്യകൾ, നമുക്ക് ഭോഗത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യകളാണ്. അതും വേണം, അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ മുന്നേറാൻ ചിലപ്പോൾ ഭോഗവിദ്യകളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പഠിച്ച മിക്കവാറും വിദ്യകളൊക്കെ, സ്കൂളിൽ പഠിച്ച വിദ്യകളൊക്കെ ഭോഗവിദ്യകൾ തന്നെയാണ് അല്ലേ. കെമിസ്ട്രിയും ഫിസിക്സും, കെമിസ്ട്രി പഠിച്ചിട്ട് ഒരാൾക്ക് മോക്ഷം കിട്ടി എന്ന് നമ്മൾ പറയാറില്ല. മോക്ഷം കിട്ടാനാണ് കെമിസ്ട്രി പഠിക്കുന്നത് എന്ന് നമ്മൾ പറയാറില്ല അല്ലേ. പക്ഷേ ഭാരതത്തിൽ ശാസ്ത്രങ്ങൾ പറയുന്ന സമയത്ത് എല്ലാവരും പറയാം അങ്ങനെയാണ്. യോഗ എന്തിനാ പഠിക്കുന്നത്? മോക്ഷം കിട്ടാൻ അല്ലേ. ഭാരതത്തിൽ ഏത് ശാസ്ത്രം പറയുമ്പോൾ ജ്ഞാനപ്പാന എന്തിനാ വായിക്കുന്നത്? മോക്ഷം കിട്ടാൻ. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഉത്തരം മോക്ഷം കിട്ടാൻ എന്നുള്ളത് കാണാൻ സാധിക്കും മിക്കവാറും മഹാവിദ്യകളിൽ. അദ്വൈത ചിന്തകളിൽ അങ്ങനെയുണ്ട്, തന്ത്രത്തിലെ പല പദ്ധതികളിൽ, തന്ത്രത്തിലെ വിശാലമായ മഹാവിദ്യകളിലൊക്കെ അങ്ങനെയുണ്ട്. എന്നാൽ മോക്ഷമല്ല, ഭുക്തി ആവശ്യമുള്ള വിദ്യകളുണ്ട്. ഭുക്തി എന്താണ്? ഭുക്തി ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ധനം ഉണ്ടാവാൻ. നമ്മൾ ധനം ഉണ്ടാവാൻ വേണ്ടി ജപിക്കുന്നു. അപ്പൊ എന്തിനു വേണ്ടിയാണ് ജപിക്കുന്നത്? ധനം ഉണ്ടായിട്ട് മോക്ഷം കിട്ടാൻ എന്ന് പറയരുത്. അത് അല്ലേ, ധനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ജപിക്കുന്നത്. ധനം ഉണ്ടാവാൻ തന്നെയാണ് അതിന്റെ ഉദ്ദേശം. ആരോഗ്യം ഉണ്ടാവാൻ ഉണ്ട്, വശീകരിക്കാൻ. ഇതൊക്കെ എന്താണ്? ഭുക്തി പ്രദാനം ചെയ്യുന്ന വിദ്യകളാണ്. എന്നാൽ മഹാവിദ്യകളുടെ പ്രത്യേകത അത് ഒരേ സമയം ഭുക്തിയും മുക്തിയും പ്രദാനം ചെയ്യും. ഉദാഹരണത്തിന് ഒരാൾ പരബ്രഹ്മത്തെ ഉപാസിക്കാന്നിരിക്കുക. അയാൾ പരബ്രഹ്മത്തെ ഉപാസിക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അയാളോട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ പരബ്രഹ്മത്തെ ഉപാസിക്കുന്നത്? ആ ചോദ്യമേ പ്രസക്തമല്ല. ഒരാൾ അദ്വൈതിയായിട്ട് മാറുക, അയാൾ സന്യാസിയായിട്ട് മാറുക, സന്യാസിയുടെ കുപ്പായം ധരിച്ച് നടക്കുക. എന്തിനാ ഞങ്ങൾ സന്യാസിയുടെ കുപ്പായം ധരിച്ച് നടക്കുന്നത്? ധാരാളം ധനം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം അയാൾ സന്യാസം സ്വീകരിച്ചിരിക്കുന്നത് മോക്ഷത്തെ അറിയാനാണ്. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിലും എന്താണ്, അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം അല്ലേ. എൻ്റെ ഉദ്ദേശം എന്താണ്? ആ മോക്ഷത്തെ അറിയുക എന്നുള്ള, അല്ലെ മോക്ഷം അനുഭവിക്കുക എന്നുള്ള, മുക്തി ഉണ്ടാവുക എന്നുള്ള. പക്ഷേ അതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന്, അല്ലെങ്കിൽ ആ വിദ്യ കൊണ്ട് നടപ്പിലാവേണ്ട കാര്യം മോക്ഷമാണെങ്കിലും അത് സ്വീകരിച്ചിരിക്കുന്നത് ജീവിതത്തിൽ നന്മ ഉണ്ടാവാനാണ്, ജീവിതത്തിന് ഗതി പിടിക്കാനാണ് എന്നൊക്കെ. ഞാൻ ഒരിക്കലും ഒരു ടോക്ക് കേട്ടു, വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സന്യാസിയുടെ ടോക്കാണ്. അദ്ദേഹം തമാശ പറയാണ് കേട്ടോ, തമാശയാണേ. തമാശ എന്ന് വെച്ചാൽ വളരെ തമാശയായിട്ടാണ് പറയുന്നത്. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ആളെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ അത് കാണാനും പറ്റും. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു IIT ഗ്രാജുവേറ്റ് ആണ്, ഞാൻ ഒരുപാട് ധനമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരുപാട് ശമ്പളം കിട്ടി ജീവിക്കേണ്ട ഒരാളായിരുന്നു. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് എന്താണ്, സന്യാസത്തിൻ്റെ മാർഗമാണ്. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ ഉണ്ടാക്കുന്നതിലും കൂടുതൽ ധനം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ശിഷ്യന്മാരുണ്ട്, എനിക്ക് വിശാലം വലിയ വലിയ ആശ്രമങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അവസാനം പറയുന്നത്, ചൂസ് യുവർ കരിയർ വൈസ്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ കരിയർ വൈസ്ലി സെലക്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ IIT നിന്നും IIM എന്നൊക്കെ സന്യാസികളാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതിൻ്റെ താല്പര്യം എന്താ? അതിൻ്റെ താല്പര്യം ആത്മനോ മോക്ഷാർത്ഥം, ആത്മാവിന് മോക്ഷത്തിനായിക്കൊണ്ട്, പരനോ ഹിതത്തിനായിക്കൊണ്ട്. എൻ്റെ ജീവിതം ഞാൻ ആത്മാവിൻ്റെ മോക്ഷത്തിനായി സമർപ്പിച്ചുവെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പരന്, എന്നെ ചുറ്റുള്ള ആളുകൾക്ക് ഹിതം ചെയ്യുന്നു. ഇപ്പം നാരായണ ഗുരുദേവനെ നോക്കിയാൽ മനസ്സിലാവും. നാരായണ ഗുരുദേവൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മോക്ഷത്തിലേക്ക് സഞ്ചരിക്കുന്ന ആള്, അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്താ? അദ്ദേഹം പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. വിവേകാനന്ദ സ്വാമി ചെയ്തത് അങ്ങനെയാണ്. അങ്ങനെ മോക്ഷത്തിനും ജനത്തിനുമായി ജീവിക്കുന്ന ആളുകൾ. അപ്പം അത്തരം വിദ്യകൾ മോക്ഷം മാത്രം പ്രദാനം ചെയ്യുന്ന വിദ്യകളാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ വിദ്യകളെ കൊണ്ടല്ല അവർ ആളുകളെ സഹായിക്കുന്നത്, മറിച്ച് അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണ്. നേരെ മറിച്ച് തന്ത്രത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉള്ളത്, ഏത് വിദ്യയാണോ മോക്ഷത്തിന് ഉപയോഗിക്കുന്നത് ആ വിദ്യ തന്നെ ഭുക്തിക്കും എന്നുള്ളതാണ്. എന്ത് വിദ്യ കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടുമോ ആ വിദ്യ കൊണ്ട് തന്നെ ഭുക്തിയും സാധ്യമാവും. അങ്ങനെ ഭുക്തി മാത്രം സാധ്യമാവുന്ന വിദ്യകൾ ധാരാളമുള്ള തന്ത്രത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യത്തിൽ മോക്ഷം എന്ന് പറയുന്ന വലിയ ആശയത്തെ, ജീവൻ മുക്തി എന്ന് പറയുന്ന വലിയൊരു ആശയത്തെ കൂടെ ഉൾക്കൊണ്ടിരിക്കുന്ന പന്ഥാവിനെയാണ്, അല്ലെങ്കിൽ പന്ഥാക്കളെയാണ് ചേർത്ത് ദശമഹാവിദ്യ എന്ന് പറയുന്നത്.
അപ്പൊ 10 മഹാവിദ്യകളാണ്. ഈ 10 മഹാവിദ്യകളിൽ നമുക്ക് പരിചയമുള്ള വിദ്യകൾ സത്യം പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. അതിൽ ഏറ്റവും പരിചയമുള്ള വിദ്യ കേരളത്തിന്റെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ, അത് ശ്രീയാണ്, അഥവാ ശ്രീവിദ്യ. ത്രിപുര സുന്ദരിയെ ഉപാസിക്കുന്ന ശ്രീവിദ്യാ പാരമ്പര്യത്തെയാണ് നമുക്ക് പരിചയമുള്ള, ഏറ്റവും കൂടുതൽ പരിചയമുള്ള വിദ്യ. പിന്നെ പരിചയമുള്ള വിദ്യ കാളിയാണ്. കാളി, ബംഗാളത്തിന്റെ കാളി എന്നുള്ള അർത്ഥം, ദക്ഷിണ കാളിക എന്നുള്ള അർത്ഥത്തിൽ. കേരളത്തിന്റെ തനത് കാളിയെ നമുക്ക് പരിചയമില്ലെങ്കിൽ പോലും ബംഗാളത്തിന്റെ കാളിയെ നമുക്ക് പരിചയം, ദക്ഷിണ കാളികയെ പരിചയമുണ്ട്, പിന്നെ കേരളത്തെ ഭദ്രകാളിയെ പരിചയമുണ്ട്. അങ്ങനെയുള്ള കാളി പദ്ധതിയെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ഭാരതത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ കാളിക്ക് സ്വന്തമായി ശ്രീവിദ്യയെ പോലെ തന്നെയുള്ള പാരമ്പര്യമുണ്ട്. അപ്പൊ ശ്രീവിദ്യക്ക് ഒരു പ്രാമുഖ്യം ദശമഹാവിദ്യകളുടെ കൂട്ടത്തിലുണ്ട്. അത് ശ്രീവിദ്യക്ക് സ്വതവേ ആ പ്രാമുഖ്യം ഉള്ളത് കൊണ്ടല്ല, ശ്രീവിദ്യ പിന്തുടരുന്ന ആളുകളുടെ ബാഹുല്യം അത്രയുള്ളത് കൊണ്ടാണ്, അത്രയും അല്ലെങ്കിൽ ജനങ്ങൾ അത് പിന്തുടരുന്നുകൊണ്ട് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെയുള്ള ദേവതകളെന്നും സത്യത്തിൽ നമുക്ക് അത്ര പരിചയം പോരാ. പരിചയമുള്ളവരില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു പൊതുവായ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. താരയുടെ വിദ്യ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അറിയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. ചിന്നമസ്തയുടെ വിദ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് അറിയുന്ന ആളുകൾ ചുരുക്കമാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള 10 വിദ്യകളിൽ 7 വിദ്യകൾ ഏതാണ്ട് നമ്മെ സംബന്ധിച്ച് അപരിചിതങ്ങളാണ്. അതുകൊണ്ട് പൊതുവെ താന്ത്രികർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, കേരളത്തിൽ താന്ത്രികർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പലപ്പോഴും ത്രിപുര സുന്ദരി ഉപാസകരായിരിക്കും. ത്രിപുരയുടെ ഉപാസകർ, ശ്രീവിദ്യ ഉപാസന സ്വീകരിച്ചവരായിരിക്കും. അപ്പൊ അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയാ, ഞാൻ ഇങ്ങനെ ശ്രീവിദ്യ ഉപാസന സ്വീകരിച്ച ആളാണ്, ബാല ദീക്ഷ ലഭിച്ച ആളാണ്, പഞ്ചദശി ലഭിച്ച ആളാണ്, അല്ലെങ്കിൽ ഷോഡശി പൂർണ്ണ ദീക്ഷ ആയിട്ട് ലഭിച്ച ആളാണ് എന്നൊക്കെയാണ് പറയാം. ഞങ്ങൾ തന്ത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ആരോടും പറഞ്ഞാലോ അയാളും വന്ന് നമ്മളോട് ചോദിക്കും, ബാലയായോ, ഗണപതിയായോ, അല്ലെങ്കിൽ പഞ്ചദശി ആയോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ പറയാ, ഞങ്ങൾക്ക് ബാലയില്ല. അപ്പൊ നിങ്ങൾക്ക് ബാലയില്ലാത്ത ക്രമ എന്ന് ചോദിക്കും. ആ, ബാലയില്ലാത്ത ക്രമ. അപ്പൊ പഞ്ചദശി എപ്പോഴാണ് കിട്ടുക? ഞങ്ങൾക്ക് പഞ്ചദശി കിട്ടൂല. അപ്പൊ നിങ്ങൾ തന്ത്രമല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് വരെ ആളുകൾ ചോദിക്കും. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം, തന്ത്രം എന്ന് പറഞ്ഞാൽ ആളുകൾ പലപ്പോഴും കേരളത്തിലൊക്കെ ശ്രീവിദ്യ എന്ന് തന്നെ മാത്രമാണ് മനസ്സിലാക്കുന്നത്. അത് ആ വിദ്യക്ക് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും പൊതുവേ ലഭിച്ചിട്ടുള്ള വലിയ പ്രചാരം കൊണ്ടാണ്. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. ഈ 10 വിദ്യകളുടെ കൂട്ടത്തിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 10 വിദ്യകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒരു വിദ്യയാണ് ശ്രീവിദ്യ. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മെരുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മെരുക്കി വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്ന ഒരു വിദ്യയാണ് ശ്രീവിദ്യ. അതുകൊണ്ട് താരതമ്യേന അപകടം കുറഞ്ഞ വിദ്യയാണെന്ന് പറയാറുണ്ട്. ഞാൻ അപകടം കുറഞ്ഞാണെന്ന് പറഞ്ഞുള്ളൂ, അപകടം ഇല്ലാത്താന്ന് പറഞ്ഞിട്ടില്ല. ലെസ് ഡേഞ്ചറസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. തന്ത്രത്തിൽ ഏത് വിദ്യകൾ പ്രാക്ടീസ് ചെയ്യുന്നു, ശ്രീവിദ്യ ഉൾപ്പെടെ ഏത് വിദ്യകളും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ വീട്ടിൽ ഒരു കടുവയെയോ സിംഹത്തെയോ വളർത്തുന്നതിന് തുല്യമാണ്. എത്ര മിണ്ടരുത് എന്ന് പറഞ്ഞ് സൈലൻസർ പിടിപ്പിച്ചാലും, എത്ര ട്രെയിനിങ് കൊടുത്താലും ഇടയ്ക്ക് അതൊന്നും എന്ന് പറഞ്ഞ് മുരളും. അപ്പൊ നാട്ടുകാർ മുഴുവൻ അത് കേൾക്കും. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇയാൾക്ക് എന്തോ ഒരു വിദ്യ ഉപാസന ഉണ്ട് എന്ന് നാട്ടുകാർ അറിയും. യഥാർത്ഥത്തിലുള്ള ഉപാസകർക്ക് പുലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാലി മുറി അടച്ചിടുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. പുലിയെ ശരിക്കും മുറിയിൽ പൂട്ടിയിടുന്ന ആൾക്കാരെ. ആ പുലി ഒരിക്കലും അമറൂല. വീട്ടിൻ്റെ അകത്ത് കാലിമുറിയിൽ, ഇരുട്ടുള്ള മുറിയിലെ കറുത്ത പൂച്ച ഒരിക്കലും കാണൂല എന്ന് പറഞ്ഞ പോലെ, എൻ്റെ കയ്യിൽ മഹാവിദ്യ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരെ ആ മഹാവിദ്യ പുറത്തേക്ക് അമർന്ന് കേൾക്കൂല. പക്ഷേ യഥാർത്ഥത്തിൽ ആ മഹാവിദ്യയെ സ്വീകരിച്ചിരിക്കുന്ന ഒരാൾ ആ വിദ്യയുമായി പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് അതിൻ്റെ തനി സ്വരൂപത്തെ പുറത്തു കൊണ്ടുവരും. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മെരുക്കപ്പെട്ടിട്ടുള്ള വിദ്യ ശ്രീവിദ്യയാണ്. അതിൻ്റെ കാരണം, അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥന്മാർ ധാരാളം പേര് ശ്രീവിദ്യാ സാധന സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയത് എന്ന് കാണാം. എന്തുകൊണ്ട് ആ വിദ്യ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, ആ വിദ്യയുടെ പാതയിൽ നടന്ന ആളുകളൊക്കെ മഹാന്മാരായിരുന്നു. എല്ലാ വിദ്യയുടെ പാതയിൽ നടന്നവരൊക്കെ മഹാന്മാരായിരുന്നു. പക്ഷെ ഈ വിദ്യയുടെ പാതയിൽ മഹാന്മാർ നടന്നതിന് കുറച്ച് കൂടുതൽ മഹാന്മാർ നടന്നിട്ടുണ്ട്, കുറച്ചധികം മഹാന്മാർ ആ വഴിക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ കുറെ പേര് നടന്നു പോകുന്ന ഒരു വഴിയുടെ പ്രത്യേകത എന്തായിരിക്കും? അത് താരതമ്യേന കല്ലും മുള്ളുകളും കുറവായിരിക്കും. കാരണം മുന്നേ പോയ മഹത്തുക്കൾ പിന്നാലെ വരുന്നവന്റെ കാലിൽ കുത്തരുതെന്ന് കരുതി ചില കല്ലും മുള്ളും ഒക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മുന്നേ നടന്ന ഋഷിമാർ, മഹത്തുക്കൾ, അല്ലെങ്കിൽ അഗസ്ത്യൻ ഉൾപ്പെടെ, പരശുരാമൻ ഉൾപ്പെടെ
അവസാനം ഭാസ്കരരായ മഖി ഉൾപ്പെടെയുള്ള മഹാന്മാരാ വഴി പോയതുകൊണ്ട് അതിൽ നമ്മുടെ കാലിൽ കുത്താവുന്ന മുള്ളുകളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് താരതമ്യേന നടക്കാൻ എളുപ്പമുള്ള പാതയാണ് താരതമ്യേന നടക്കാൻ എളുപ്പമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ ശ്രീവിദ്യാ പാരമ്പര്യത്തെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ അറിയാൻ കാരണമുള്ളത് കൊണ്ട് മറ്റു മഹാവിദ്യകളെക്കുറിച്ച് പലപ്പോഴും അജ്ഞത ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ആ അജ്ഞത മാറ്റിയാൽ മാത്രമേ മറ്റു മഹാവിദ്യകൾ എങ്ങനെ സ്വീകരിക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ പന്ഥാവ് ശ്രീവിദ്യാ പന്ഥാവ് ആയിരിക്കില്ല, പക്ഷെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ശ്രീവിദ്യ പന്ഥാവിൽ വരികയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചില നിവൃത്തിയില്ലാതെ വന്നാൽ ചില ആളുകൾ എന്നാൽ പിന്നെ ഉള്ളത് വെക്കാം എന്ന് വിചാരിക്കില്ലേ. പക്ഷെ എന്തോ ഒരു തൃപ്തിക്കുറവ് പലപ്പോഴും ആളുകൾക്ക് തോന്നാം. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. ചിലപ്പോൾ തോന്നും ഈ വഴിക്കാണോ നമ്മൾ പോകേണ്ടത്, വേറെ വഴി ഉണ്ട് എന്ന് പറഞ്ഞാലേ സംശയം വരില്ലേ. വേറെ വഴിയില്ല എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വഴി, ഇത് തന്നെ ശരണം അല്ലേ. അപ്പോൾ സത്യത്തിൽ ഞാനൊരു ദ്രോഹമാണ് ചെയ്യാൻ പോകുന്നത്. മര്യാദയ്ക്ക് പോകുന്ന ആൾക്കാരെ വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞു തരുന്നതാണ് ഇതിൻ്റെ ദ്രോഹം. അപ്പോൾ ചിലപ്പോൾ തോന്നും എന്താണ് ഈ വഴിയല്ലേ എൻ്റെ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ തോന്നണം. അങ്ങനെ തോന്നിയാലാണ് നമ്മൾ മഹാവിദ്യകളുടെ വഴി സഞ്ചരിക്കാൻ പ്രാപ്തരാകുക എന്നുള്ള. ഭാരതത്തിൻ്റെ വിശാലമായ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ദശമഹാവിദ്യകളുടെ ചരിത്രം. ദശമഹാവിദ്യകളുടെ ആരംഭം എവിടെ, പ്രാരംഭം എവിടെ എന്നൊക്കെ ചോദിച്ചാൽ പുരാണപരമായിട്ടുള്ള ഒരു കഥ, പുരാണത്തെ പ്രമാണമായിട്ട് എടുത്തില്ലെങ്കിൽ പോലും പുരാണത്തിൽ ദശമഹാവിദ്യകളുടെ ആവിർഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കഥ. സതി ദക്ഷന്റെ കല്യാണത്തിന് അല്ലെ ദക്ഷന്റെ എന്താണ് യാഗത്തിന്, മഹായാഗത്തിന് പോകാൻ അല്ലേ. കല്യാണത്തിന്റെ സമയം നിങ്ങൾക്ക് അറിയാം. കല്യാണത്തിന് ഇവർ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാം. ദക്ഷനും ശിവനും തമ്മിൽ ഒരു കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സതി പറഞ്ഞത് എനിക്ക് അച്ഛൻ്റെ മഹായാഗത്തിന് പോകണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു വിളിക്കാത്ത യാഗത്തിന് പോകുന്നത് മോശമാണ് എന്ന് പറഞ്ഞു. അച്ഛൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ പരിപാടിയാണെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വിളിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പോലും ചിലപ്പോൾ മറന്നു പോകും. സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അച്ഛനും അമ്മയും നമ്മൾ വീട് മാറി താമസിച്ചാൽ വിളിച്ചിട്ടില്ല എന്ന പേരിൽ പോകാതെയൊക്കെ ഇരിക്കും. അങ്ങനെ പോകാതിരിക്കരുത്. അതാണ് സതിയുടെ ന്യായം. സതി പറഞ്ഞു അച്ഛനും അമ്മയും ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിലും പോവുക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ. ഭഗവാൻ പറഞ്ഞു അത് സാധാരണ അച്ഛനും അമ്മേൻ്റെ കാര്യം, ഇത് നിൻ്റെ അച്ഛൻ്റെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോകുന്നു പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഇഷ്ടത്തോടെ നീ പോകണ്ട, നിൻ്റെ ഇഷ്ടത്തിന് നീ പോവാണ് പൊക്കോ എന്ന് പറഞ്ഞ് ഭഗവാൻ തിരിഞ്ഞങ്ങ് നടന്നു. ഭഗവാന്റെ അനുവാദം ഇല്ലാതെ ദേവി പ്രവർത്തിക്കില്ല. അപ്പോൾ ഭഗവാൻ പോകാൻ നോക്കിയപ്പം ഭഗവാനെ 10 ദിക്കിലും, ദിക്ക് 10 ഉള്ളൂ, 4 കാർഡിനൽ ഡയറക്ഷൻ, 4 ഡയഗണൽ ഡയറക്ഷൻ, മുകളിലും താഴെ, ഈ 10 ദിക്കിലും പോവാൻ ദേവി അനുവദിച്ചില്ല. 10 ദിക്കിലും 10 രൂപങ്ങൾ കാണിച്ചു, എന്നിട്ട് തടഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു ഭാഗത്ത് കാളി, ഒരു ഭാഗത്ത് താര, ഒരു ഭാഗത്ത് ഭൈരവി, ഒരു ഭാഗത്ത് ഭുവനേശ്വരി, ഒരു ഭാഗത്ത് ഷോഡശി, ഒരു ഭാഗത്ത് ബഗല, ഒരു ഭാഗത്ത് ചിന്നമസ്ത, ഒരു ഭാഗത്ത് ധുമാവതി, ഒരു ഭാഗത്ത് മാതങ്കി, ഒരു ഭാഗത്ത് കമല. അങ്ങനെ 10 ഭാവങ്ങളിൽ ദേവി നിന്നിട്ട് വിടൂല, അച്ഛൻ്റെ യാഗത്തിന് എന്നെ വിട്ടാലേ വിടുള്ളൂ. ശരി, ഭഗവാൻ പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ, ഇനി വരുന്ന പോലെ കാണാം. ബാക്കിയുള്ള കഥ നിങ്ങൾക്കറിയാം. സതി യാഗത്തിന് പോവുകയും അവിടെ വെച്ച് അപമാനിക്കപ്പെടുകയും അവിടെ നിന്ന് സ്വയം യോഗാഗ്നിയിൽ ദഹിച്ചു പോവുകയും ഭൂതഗണങ്ങളും ശിവനും ചേർന്ന് ദക്ഷയാഗത്തെ മുടിക്കുകയും ചെയ്ത കഥ നിങ്ങൾക്കറിയാം. അതിനുശേഷം ആ ശരീരത്തെയും എടുത്തുകൊണ്ട് മഹാദേവൻ തൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സംഹാരകൃത്യം മറന്നു. പുരാണപ്രകാരമാണ് പറയുന്നത്. സംഹാരകൃത്യം മറന്നുകൊണ്ട് പ്രപഞ്ചത്തിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങിയ സമയത്ത് മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ഈ ശരീരത്തെ പല കഷ്ണങ്ങളാക്കി ഭൂമിയിൽ പല ഭാഗത്ത് വീഴ്ത്തി എന്നാണ് പറയുന്നത്. ആ പല ഭാഗത്ത് വീഴ്ത്തിയതാണ് 51 ശക്തിപീഠങ്ങളായി മാറിയിരിക്കുന്നത്. ആ 51 ശക്തിപീഠങ്ങളാണ് ഭാരതം എന്ന രാഷ്ട്രത്തെ നിർവചിക്കുന്നത്. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ യോജിപ്പിച്ച് പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രത്തിന്റെ പേര് ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ ആധ്യാത്മിക മാപ്പാണ്. അതുകൊണ്ട് ഇതൊരു കേവലമായ രാജനൈതികമായ അല്ലെങ്കിൽ ഒരു കേവലമായ രാഷ്ട്ര നിർമ്മിതിയല്ല, മറിച്ച് ആധ്യാത്മികമായ ഒരു രാഷ്ട്ര ചൈതന്യം, ശക്തി സ്വരൂപമായിരിക്കുന്ന ഒരു രാഷ്ട്ര ചൈതന്യത്തെ നമുക്ക് രാഷ്ട്രത്തിൽ മുഴുവൻ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ശക്തിപീഠങ്ങളിൽ നോക്കിയാൽ അവിടെയെല്ലാം നമുക്ക് ദശമഹാവിദ്യകളുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. അവിടെയെല്ലാം ദശമഹാവിദ്യകളുടെ സാന്നിധ്യം, അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലം
അസാമിലെ നീലാചല മലയ്ക്ക് മുകളിലിരിക്കുന്ന കാമാഖ്യ ദേവിയുടെ ക്ഷേത്രത്തിന് ചുറ്റുമാണ്. ആ കാമാഖ്യ ദേവിയുടെ ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ദശമഹാവിദ്യകളെയും അതിനു ചുറ്റും പ്രതിഷ്ഠിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ദശമഹാവിദ്യകളെ നമുക്ക് കണ്ട് വരാനുള്ള സാഹചര്യം കാമാഖ്യയിൽ ഉണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭാരതം എന്ന രാഷ്ട്രത്തെ നിർവചിക്കുന്നത് പോലെ ഈ ശക്തിപീഠങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ ദശമഹാവിദ്യകളുടെ ഭാഗമായിട്ട് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭാരതത്തിലെ എല്ലാ ശക്തിപീഠങ്ങളിലും നമുക്കിതിൻ്റെ സാന്നിധ്യം കാണുവാൻ സാധിക്കുന്നു. ഇനി കേരളത്തിൽ പരിചയമില്ലാത്ത ദേവതകളാണ് ഇതിൽ പലതും. പക്ഷെ കേരളത്തിൽ പല ദേവതകൾക്കും അതിൻ്റെതായ വകഭേദങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചിന്നമസ്ത എന്ന് പറയുന്ന ദേവത, കണ്ടേങ്കാളി എന്ന് പറയുന്നൊരു കാളിയുണ്ട്. കഴുത്ത് കണ്ടിച്ച കാളിയാണ് കണ്ടേങ്കാളി. കണ്ടേങ്കാളിക്ക് ചിന്നമസ്തയാണ്. ധുമാവതി കേരളത്തിൽ ആ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നത് കാണാൻ പറ്റും. ഭുവനേശ്വരി പിന്നെ നമ്മുടെ ശാക്തേയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി വടക്കൻ കേരളത്തിൽ എല്ലാവരും ശാക്തേയ പൂജയുടെ ഭാഗമായി ഭുവനേശ്വരി പൂജ ചെയ്യാറുണ്ട്. ഷോഡശി പിന്നെ ലളിതയായിട്ട് നിൽക്കുന്നുണ്ട്. കാളി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ആളാണ്. കേരളത്തിൻ്റെ കുലഭരദേവത തന്നെ ഭദ്രകാളിയാണ്. അതുകൊണ്ട് ഓരോ വീട്ടിലും മച്ചകത്ത് കുടിയിരിക്കുന്നത് കാളിയാണ്. മുത്തി എന്നാണ് വിളിക്കുക. ആ മുത്തി ആയിരിക്കുന്ന കാളി, മുത്തശ്ശി, ആ മുത്തശ്ശി ആയിരിക്കുന്ന കാളി. മുത്തശ്ശി എന്നതിൻ്റെ അർത്ഥം വയസ്സായ ഒരു സ്ത്രീ എന്നല്ല, ദ ആൻഷ്യൻഡർ എന്നാണ്. ഓൾഡ് എന്നല്ല, ദ ആൻഷ്യൻഡർ എന്നാണ്. ആൻഷ്യൻഡർ എന്ന് പറഞ്ഞാൽ വ്യത്യാസം. പൗരാണികമാണ്, പുരാനവീനമാണ്, എന്നും പുതുതായിരിക്കുന്നതാണ്, പഴയതായിപ്പോയതല്ല. എന്നും പുതുതായിരിക്കുന്ന ആ മുത്തശ്ശി നമ്മുടെ കൊട്ടിലുകളിലും മച്ചകത്തും ഒക്കെ കൂടിയിരിക്കുന്നുണ്ട്. കമല നമുക്ക് പരിചയമുള്ള ദേവതയാണ്. ഞാൻ ഈയിടെ പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ കമലയുടെ ഒരു പ്രതിഷ്ഠയുള്ള ഒരു സ്ഥലം കണ്ടു, ക്ഷേത്രം കണ്ടു. പക്ഷെ നമ്മൾ പലപ്പോഴും കമലയെ ലക്ഷ്മിയായിട്ടാണ് കണക്കാക്കി വരാറുള്ളത്. ഇനി കേരളത്തിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തിൽ ആരാണ് ഇരിക്കുന്നതെന്ന് നന്നായി നോക്കിയാൽ അത് കമലയാണ് എന്ന് മനസ്സിലാവും. അതിൻ്റെ തെളിവ് മൂകാംബിക കാട്ടിലേക്ക് കയറിയാൽ കമലയുടെ മറ്റൊരു ഇതേ സ്വരൂപത്തിലുള്ള പ്രതിഷ്ഠ കമലയുടെ പ്രതിഷ്ഠയായിട്ടാണ് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ദശമഹാവിദ്യകളുടെ ഏറ്റവും ഒടുവിലത്തെ ഭാവമായിട്ടുള്ള കമല. മാതങ്കിയെ നമുക്ക് കേരളത്തിൽ പനച്ചിക്കാട്ട് ഒരു രൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. താരയെ ഇതുപോലെ കാണാൻ ഇന്നലെ ഒരാൾ എനിക്ക് താരയുടെ ഒരു രൂപം കാണിച്ചു തന്നു. തിരുവാലത്തൂർ എന്ന് പറയുന്ന പാലക്കാട് ഉള്ള ഒരു ക്ഷേത്രത്തിൽ അവിടെ കൊറ്റവയും താരയെയും കാണാൻ സാധിക്കുന്നത്. നീലിയും കാളിയും എന്നാണ് അവർ പറയുക. അപ്പോൾ ഗർഭിണിയായിരിക്കുന്ന താര ആ വയലിൽ താരയുടെ രൂപമായിട്ടിരിക്കുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള രൂപം കണ്ടു. അപ്പോൾ താരയെ നമുക്ക് ഒരു തരത്തിൽ പരിചയമുണ്ട്, ചിന്നമസ്തയെ മറ്റൊരു തരത്തിൽ പരിചയമുണ്ട്, ധുമാവതിയെ പരിചയമുണ്ട്. ഇങ്ങനെ ഈ ദേവതകളെല്ലാം നമുക്ക് നമ്മുടേതായ രീതിയിൽ പരിചയമുണ്ട്. പക്ഷെ മഹാവിദ്യകൾ എന്ന പേരിൽ പരിചയം ഇല്ല. പലപ്പോഴും നമ്മളൊക്കെ നോക്കിയാൽ നമ്മുടെയൊക്കെ കുലദേവതയായിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ദേവതകൾ ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ അതിനെ നമുക്ക് അറിയാവുന്ന പേരിട്ട് വിളിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണല്ലോ, നമുക്ക് അറിയാവുന്ന പേരിട്ടിട്ടാണ് വിളിക്കുക. നമുക്ക് ആ പേരറിയില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പേരിട്ട് വിളിക്കും. ടോം സോയറിൻ്റെ ആദമിൻ്റെ നോട്ട് ബുക്കുകൾ, ആദമിൻ്റെ ഡയറി കുറിപ്പെന്ന് ഒന്നുമില്ല, ആദമിൻ്റെ ഡയറി കുറിപ്പെന്ന് മാർക്ക് ട്വെയിൻ്റെ ആദമിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. നല്ല രസകരമായ പുസ്തകമാണ്. അതിനോട് അനുബന്ധമായി ഇറങ്ങിയ ഒരു തമാശയിൽ പറയുന്നൊരു കാര്യമുണ്ട്. രാവിലെ എണീറ്റ് ആദം മൃഗങ്ങൾക്കൊക്കെ പേരിടുകയായിരുന്നു. അത് മനുഷ്യൻ്റെ ജോലിയാണല്ലോ, മൃഗങ്ങൾക്ക് പേരിടല്ലേ. അപ്പോൾ പശുവിനെ പശു എന്നാണ് വിളിക്കുന്നത്, പശുവിനെ അറിഞ്ഞൂടാ. ഏയ് പശു, ഇവിടെ നോക്കു പറഞ്ഞാൽ പശു തിരിഞ്ഞു നോക്കാത്തത് അതിനറിയാത്തതുകൊണ്ട് അതിൻ്റെ പേര് പശുവാണെന്ന്. മനുഷ്യന്മാർ ആ ജീവിയെ അടയാളപ്പെടുത്തിയിരിക്കുന്ന പേരാണെന്ത്? പശു, നായ, പൂച്ച, പട്ടി. അതൊന്നും ആ ജീവിയൊക്കെ അറിഞ്ഞൂടാ, അതിൻ്റെ പേരാണ്. അപ്പം മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് സർവ്വസാധനത്തിന് നെയിമും ടാഗും കൊടുത്ത് അടയാളപ്പെടുത്തി മനസ്സിലാക്കി വെക്കാറുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് ആദം ജീവികൾക്ക് പേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആന പോട്ടെ, ആന രണ്ടെണ്ണം പോട്ടെ, മുയൽ പോട്ടെ, അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ പേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മുയൽ ഇങ്ങനെ മുയലിനൊക്കെ പേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ദിനോസർ ഇങ്ങനെ നടന്നു വന്നു എന്നാണ് പറയുന്നത്. ഉടനെ ആദം പറഞ്ഞു, ഇത് ദിനോസർ എന്ന് പേരിട്ടു. അപ്പോൾ അവ ചോദിച്ചു, നിങ്ങളെന്താ ഈ നല്ല ക്യൂട്ടായിട്ടുള്ള ജീവിനെ ദിനോസർ എന്ന് പേരിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ആദം ഉടനെ പറയുന്ന മറുപടി, അതിനെ നോക്കിയാൽ ദിനോസറിനെ പോലെ ഇല്ലേ കാണാനാ എൻ്റെ മറുപടി. അതായത് എന്തുകൊണ്ടായിരുന്നു ജീവിക്ക് ആ പേരിട്ടു എന്ന ചോദ്യത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പം എന്താണ് ഇവിടെ വിഷയം? നമുക്ക് നമ്മുടെ വീട്ടിലൊരു ദേവത ഇരിക്കുന്നുണ്ട്.
ആ ദേവതയെ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഇത് കാളി തന്നെ, ഇത് കാളി തന്നെ, ഇത് കാളി തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂജിക്കുന്നു. ഇത് ഇങ്ങനത്തെ കാളിയാണ്, ഇത് ഇന്ന ആളാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ കാരണം നമുക്ക് എന്നാലും തോന്നും ഇതല്ലേ പേര്. ഇപ്പൊ നാരായണേട്ടൻ എന്ന് പറയുന്ന ഒരാള് വീട്ടിലുണ്ട്, പക്ഷെ അയാൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പൊ അയാൾ നമ്മൾ ജോസഫേട്ടാന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇയാളുടെ പേര് ജോസഫേട്ടൻ എന്നല്ല, പക്ഷെ ജോസഫേട്ടൻ എന്ന് ഞാൻ തൽക്കാലം വിളിക്കുക. എന്നിട്ട് നാരായണേട്ടന് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്, എന്ത് പറഞ്ഞിട്ട്? നാരായണേട്ടനാണ് ഭക്ഷണം കൊടുക്കുന്നത്, പക്ഷെ എന്താ പറഞ്ഞത്? ജോസഫേട്ട കഴിച്ചോളൂ, ജോസഫേട്ട കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അയാൾക്ക് എത്ര കൊടുത്താലും അയാൾക്കൊരു മനസ്സിന് തൃപ്തി ഉണ്ടാവുമോ? കണ്ട ആളുകളുടെ ഭക്ഷണം കഴിക്കുന്ന പോലെ അയാൾക്ക് തോന്നൂലേ? അത് തോന്നും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് സംഭവിക്കാൻ ഒരൊറ്റ കാരണമുള്ളൂ. ആ ദേവത, അവിടെ ഇരിക്കുന്ന ദേവത ആരാന്ന് ആ പേര് ചൊല്ലി വിളിക്കാൻ നമുക്ക് അറിവില്ലാത്തതാണ്. ഒരു പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ ദശമഹാവിദ്യകളിൽ ഏതെങ്കിലും മഹാവിദ്യ കുടിയിരിക്കുന്നുണ്ടാവും. ആ ദേവതയെ മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ഇതുകൊണ്ട് സാധിച്ചാൽ ഞങ്ങൾ ധന്യരായി, കൃതാർത്ഥരായി. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓരോ ആളുകൾ ചിന്നമസ്തയുടെ സ്ഥലവും ഒക്കെ പറഞ്ഞു തന്നത് വലിയ അത്ഭുതമാണ്. അങ്ങനെയാണ് എനിക്ക് കുറേ സ്ഥലങ്ങൾ അറിയുന്നത്. അത് വലിയൊരു ഒരു മാറ്റമായിരിക്കും എന്ന് കരുതുന്നു. നോക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മഹാവിദ്യകൾ. ആ മഹാവിദ്യകളിൽ തന്നെ ആദ്യത്തെ വിദ്യയായിട്ടുള്ള കാളി, രണ്ടാമത്തെ വിദ്യയായിട്ടുള്ള ദ്വിതീയമായിട്ടുള്ള താര, പിന്നെ ഏറ്റവും വളരെ പ്രാമുഖ്യം നേടിയിട്ടുള്ള ശ്രീ അഥവാ ഷോഡശി, ശ്രീകുലത്തിലെ ശ്രീ. ഈ 3 ദേവതകൾക്കും കുലങ്ങൾ, ശ്രീകുലം, കാളികുലം, താരാകുലം എന്നീ 3 കുലങ്ങൾ ത്രികുലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതിൽ ശ്രീകുലം വളരെ പ്രാമുഖ്യം നേടിയിട്ടുള്ളതാണ്. ഒരുപാട് ശ്രീവിദ്യാ സാധകരുള്ളത് കൊണ്ട് അതിന് വലിയ പ്രാമുഖ്യമുണ്ട്. കാളികുലത്തിനും കേരളത്തിൽ ഒരുപാടില്ലെങ്കിലും കേരളത്തിൽ സാമാന്യം പ്രാക്ടീഷണേഴ്സ് ഒക്കെ ഉണ്ട്. ബംഗാളത്തിലും കാശ്മീരല്ല മുകളിലേക്കുള്ള ഭാഗങ്ങൾ, നോർത്തിൽ കുറച്ച് മുകളിലേക്ക്, ബീഹാറിന്റെ മേലേക്കുള്ള കുറച്ച് ഭാഗങ്ങളിലുമായിട്ട്, പിന്നെ ജാലന്ധര ഭാഗത്തേക്ക്, കാങ്കറ ഭാഗത്തേക്കൊക്കെ ആയിട്ടൊക്കെ കുറച്ച് കാളികുലത്തിൽ നല്ല സാധകരുണ്ട്. എന്നാൽ താരാകുലം എന്ന രീതിയിൽ ഒരു സാധകരെ ഭാരതത്തിൽ വളരെ വിപുലമായി കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പോലും നമുക്ക് ലുപ്തമായി അവിടെയും ഇവിടെയൊക്കെയായി താരാപീഠത്തിന്റെ അടുത്തും മഹാചീനത്തിലേക്ക് ലഡാക്കിന്റെ ഭാഗങ്ങളിലും ദിവ്യാചാരത്തിന്റെ ഭൂമികയായിട്ടുള്ള ടിബറ്റിന്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് ഒരു ഇൻഡോ ബൗദ്ധ താര അല്ലെങ്കിൽ ഹിന്ദു ബൗദ്ധ താര, ഹിന്ദു താരയാണോ അല്ലെങ്കിൽ ബൗദ്ധ താരയാണോ എന്നുള്ള ഒരു സംശയം തോന്നുന്ന പോലെ വജ്രയാനത്തിലെ താരയുടെ കുലം നിലനിൽക്കുന്നുണ്ട്. ഈ 3 കുലങ്ങൾക്ക് 3 കുലങ്ങളുടേതായിട്ടുള്ള ചരിത്രം ഉണ്ട്. ആ 3 കുലങ്ങളും ഭാരതത്തിന്റെ ചരിത്രത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പല വേദിയിലും പല പ്രഭാഷണങ്ങളും അത് സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയല്ല, എന്നാലും ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറയാം. ഭാരതത്തിന്റെ യശസ് ഒരു കാലത്ത് ലോകം മുഴുവൻ പ്രകീർത്തിക്കപ്പെട്ടത് അതിന്റെ ധനം കൊണ്ടും അതിന്റെ വിദ്യ കൊണ്ടും അതിന് ലോകത്തിന് കൊടുക്കാൻ കെൽപ്പുള്ള പല കാര്യങ്ങളെയും കൊണ്ടാണ്. അതിനെ മൂല്യം അഥവാ വെൽത്ത് എന്നാണ് പറയാ. ആ വെൽത്ത് ഭാരതത്തിൽ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് ഭാരതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് ചരിത്രകാരന്മാർ പോലും വിശേഷിപ്പിക്കുന്ന ഗുപ്ത കാലഘട്ടത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവനയായിട്ടാണ് പറയാറുള്ളത്. ആ ഗുപ്ത കാലഘട്ടത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഗുപ്ത കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അഥവാ വിക്രമാദിത്യൻ എന്ന് പേര് കേട്ടപ്പെട്ട, അല്ലെങ്കിൽ വിക്രമാദിത്യ കഥകളിലൂടെ പ്രസിദ്ധനായിട്ടുള്ള വിക്രമാദിത്യൻ, അതൊരു ഫിക്റ്റീഷ്യസ് രാജാവാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ ചന്ദ്രഗുപ്തൻ രണ്ടാമനെ AD 1-ാം നൂറ്റാണ്ടിന് ശേഷം ഉള്ള ഒരു 3-4 നൂറ്റാണ്ടുകൾ പടർന്ന് കിടന്ന ആ ഗുപ്ത സാമ്രാജ്യം, ശ്രീഗുപ്തനിൽ തുടങ്ങി. ആ രാജാവിന്റെ പേര് തുടക്കം ശ്രീഗുപ്തൻ എന്നാ, പേര് തന്നെ ശ്രീഗുപ്തനിൽ തുടങ്ങി. ശ്രീഗുപ്തൻ, സമുദ്രഗുപ്തൻ, വിക്രമാദിത്യൻ അഥവാ ചന്ദ്രഗുപ്തൻ, താഴേക്ക് അങ്ങനെ താഴേക്ക് പടർന്ന് പന്തലിച്ച ആ പാരമ്പര്യത്തെ നമുക്ക് കാണാൻ, ആ പാരമ്പര്യമാണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ കാരണം വിക്രമാദിത്യ ചക്രവർത്തി ശ്രീയുടെ ഉപാസകനായിരുന്നു. സമയപുരത്ത് അദ്ദേഹം ഉപാസിച്ച ശ്രീചക്രമൊക്കെ ഉണ്ടെന്ന് പറയാം. ശ്രീയുടെ ഉപാസകനായിരുന്നു. ശ്രീ എന്ന് പറഞ്ഞാൽ വെൽത്ത് എന്നാണ് അർത്ഥം. ഭാരതം അതിന്റെ സമ്പത്തിനെ അമാസ് ചെയ്തത്, സമ്പത്തിനെ കുന്നുകൂട്ടിയത് അതിന് ശ്രീ ഉപാസനയിലൂടെയാണ്, ശ്രീവിദ്യയിലൂടെയാണ്. അതിനെ വളരെ കൃത്യമായി ഉപാസിക്കുകയും അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു മഹാചക്രവർത്തിയായിട്ടാണ് വിക്രമാദിത്യനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ചക്രവർത്തി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് ശ്രീചക്രത്തിൽ വർത്തിച്ച ആ രാജാവിനെയാണ്. അതുകൊണ്ട് ശ്രീചക്രത്തിൽ വർത്തിക്കുന്നവനാണ് ചക്രവർത്തി. അവളാണ് മഹാസാമ്രാജ്യദായിനി, അവളാണ് രാജരാജേശ്വരി. ആ രാജരാജേശ്വരി ഉപാസിച്ച
ഈ ഉപാസിച്ച വിക്രമാദിത്യ പാരമ്പര്യത്തിന്റെ തുടർച്ച, ആ കാലഘട്ടത്തിലാണ് ഭാരതത്തിൽ തന്ത്രങ്ങൾക്കൊക്കെ ഇത്രയധികം വേര് പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട്. തന്ത്രങ്ങളൊക്കെ മിക്കവാറും തന്ത്രങ്ങൾക്ക് എഴുതി സൂക്ഷിക്കപ്പെട്ട കാലഘട്ടം വിക്രമാദിത്യ കാലഘട്ടം, ഗുപ്ത കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ചരിത്രകാരന്മാർ, വൈദേശികരായിട്ടുള്ള ചരിത്രകാരന്മാർ ഒരു തെറ്റായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അതെന്താണ്? തന്ത്രം ഉണ്ടായത് വിക്രമാദിത്യൻ കാലഘട്ടത്തിൽ ആണ് എന്നുള്ളതാണ്. അത് ഓക്സിജൻ ഉണ്ടായത് ജോസഫ് പ്രീസ്ലിക്ക് ശേഷമാണെന്ന് പറയുന്ന പോലത്തെ മണ്ടത്തരാണ്. അതിനു മുമ്പ് ആൾക്കാർ എന്താ ശ്വസിച്ചത് എന്ന ചോദ്യത്തിന് ആൾക്കാർ മരിച്ചു പോയിരുന്നു. അതിനു മുമ്പ് അല്ല. ജോസഫ് പ്രീസ്ലി അതിന് പേരിട്ടു എന്നല്ലാതെ അതിനു മുമ്പും ഓക്സിജൻ ഉണ്ടായിരുന്നു. അതുപോലെ വിക്രമാദിത്യ കാലഘട്ടത്തിന് ശേഷം തന്ത്രങ്ങളൊക്കെ രൂപത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു പുസ്തക രൂപത്തിലേക്ക് വന്നു എന്നതുകൊണ്ട് വിക്രമാദിത്യ കാലഘട്ടത്തിലാണ് തന്ത്രം ഉണ്ടായെന്ന് അർത്ഥമില്ല. അല്ലെങ്കിൽ സോറി, ഗുപ്ത കാലഘട്ടത്തിലാണ് തന്ത്രം ഉണ്ടായെന്ന് അർത്ഥമില്ല. പക്ഷേ ആ രാജാവിന്, അല്ലെങ്കിൽ ആ രാജകുടുംബത്തിന്, അല്ലെങ്കിൽ ആ രാജ പാരമ്പര്യത്തിന് തന്ത്രങ്ങളോടുള്ള അദമ്യമായ ഇഷ്ടം അത് റെക്കോർഡ് ചെയ്യുന്നതിൽ കലാശിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. വിക്രമാദിത്യന് ശേഷം ആ ട്രെൻഡ് ഒന്ന് ഡിമിനിഷിംഗ് ആയി വരുന്നത് കാണാൻ സാധിക്കുന്നു. ഭാരതത്തിന്റെ വെൽത്ത് കുറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വിക്രമാദിത്യ കാലഘട്ടത്തിൽ, ചന്ദ്രഗുപ്തന്റെ കാലഘട്ടത്തിൽ ഭാരതത്തിൽ വന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഫാഹിയൻ ഭാരതത്തിന്റെ യശസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഫാഹിയന്റെ ട്രാവലോഗ് അല്ലെങ്കിൽ സഞ്ചാരക്കുറിപ്പുകൾ പല ഭാഷയിലേക്കും പോയിട്ടാണ് ലോകം മുഴുവനുള്ള ആളുകൾ ഭാരതം തെരഞ്ഞു വന്നത്. മാർക്കോ പോളോയെ പോലുള്ള, അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള ആളുകൾ ഭാരതത്തിലേക്ക് വരാൻ കാരണമായത് ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഫാഹിയൻ ഭാരതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മഹത്തരങ്ങളായിട്ടുള്ള വിവരങ്ങൾ കേട്ടിട്ടാണ്. പക്ഷേ വിക്രമാദിത്യ അല്ലെങ്കിൽ ഗുപ്ത കാലഘട്ടത്തിന് ശേഷം സാധനയ്ക്ക് ഇടിവ് വരികയും, സാധന കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സാധന കുറയുന്ന സമയത്ത് സ്വാഭിമാനം നഷ്ടാവുന്നു. സ്വാഭിമാനം നഷ്ടാവുമ്പോൾ എന്തുണ്ടാവുന്നു? സ്വാഭിമാനം നഷ്ടാവുന്ന സമയത്ത് സ്വത്വബോധം നഷ്ടാവുന്നു. സ്വത്വബോധം നഷ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വത്വബോധം നഷ്ടാവുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടാവുന്നു. സാധന, സ്വാഭിമാനം, സ്വത്വബോധം, സ്വാതന്ത്ര്യം. അസ്വാതന്ത്ര്യത്തിൽ കലാശിക്കുന്ന എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം സ്വത്വബോധം നഷ്ടമായതാണ് എന്ന ഉത്തരം, അല്ലേ? നമുക്ക് നാം ആരാണ് എന്ന് അറിയില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നമ്മെ ഭരിക്കാം. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഭാരതം ഭരിച്ചത്? പക്ഷേ സ്വത്വബോധം നഷ്ടപ്പെടാൻ എന്താണ് കാരണമായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സ്വാഭിമാനം നഷ്ടമായതാണ്. അതിൻ്റെ ഉത്തരം സ്വാഭിമാനം നഷ്ടാവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം സാധന നഷ്ടമായതാണ്. അതുകൊണ്ട് സാധന നഷ്ടമായ സമയത്ത്, സ്വാഭിമാനം നഷ്ടമായപ്പോൾ സ്വത്വബോധം നഷ്ടപ്പെട്ട് അസ്വാതന്ത്ര്യത്തിലേക്ക് ഭാരതം കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ആ സാധന നഷ്ടമായത് ഏറ്റവും കൂടുതൽ വ്യക്തമായി പ്രതിഫലിക്കപ്പെടുന്നത് വിക്രമാദിത്യന്റെ കാലഘട്ടത്തിന് ശേഷം നമ്മൾ കാണുന്ന ഹർഷന്റെ കാലഘട്ടത്തിലാണ്. ഹർഷന്റെ കാലഘട്ടത്തിലാവുന്ന സമയത്ത് ഭാരതം തികച്ചും രണ്ടായിട്ട് ആദ്യമായി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. വിശാല ഭാരത ഭൂമിക രണ്ടായി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. തെക്കുള്ള പുലികേശി എന്ന് പറയുന്ന രാജാവ് ഹർഷവർദ്ധനെ തോൽപ്പിക്കുകയും നർമ്മദയ്ക്ക് ഇപ്പുറത്തേക്ക് ഹർഷൻ കടക്കാൻ പാടില്ല എന്നുള്ളൊരു ട്രീറ്റ് വരും. ആദ്യത്തെ സൗത്ത് നോർത്ത് ഡിവൈഡ് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐഹോൾ ഇൻസ്ക്രിപ്ഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പുലികേശിയുമായിട്ടുള്ള ഹർഷന്റെ തോൽവി. ഭാരതം ലിറ്ററലി രണ്ടായി വിഭജിക്കപ്പെട്ടു. ആ ഹർഷന്റെ കാലഘട്ടത്തിൽ വിക്രമാദിത്യ രാജാവ് അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യം പിടിച്ചു വെച്ചതുപോലെ രാഷ്ട്രത്തെ പിടിച്ചു വെക്കാൻ സാധിക്കായിരുന്ന ആ ഹർഷന്റെ കാലഘട്ടത്തിൽ ഭാരതം സന്ദർശിച്ച ഹുയാൻസാങ് അടയാളപ്പെടുത്തുന്നത് ഞാൻ പലവട്ടം കൊള്ളയടിക്കപ്പെട്ടു. അതിന് തൊട്ടു മുമ്പ് വന്ന ഫാഹിയാൻ പറയുന്നത് ജനങ്ങൾ സന്തുഷ്ടരാണ്, ജനങ്ങൾ അഭിമാനബോധമുള്ളവരാണ്. അഭിമാനബോധം ഇല്ലാതെ ആകുമ്പോൾ മനുഷ്യന്മാർ കൊള്ളയടിക്കുകയൊക്കെ ചെയ്യല്ലേ. കൊള്ളയടിച്ചു എന്നാണ് പറയുന്നത്. ആ തുടർച്ച അങ്ങനെ തുടർന്ന് പോയി ഭാരതം പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെടുകയും, ആ വിഭജിക്കപ്പെട്ടതിൻ്റെ ഒടുവിൽ നമുക്ക് ഈ പറയുന്ന പോലെ 200+ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ കഷ്ണങ്ങൾ, ഛിന്ന ഭിന്നമായി പോയ ആ കഷ്ണങ്ങളെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിലൂടെ ഭരിക്കുവാൻ ബ്രിട്ടനെ സഹായിക്കുക പോലും ചെയ്തത് എന്താണ് എന്ന് ആഴത്തിൽ ഒരാൾ വിചിന്തനം ചെയ്ത് അറിയാൻ പറ്റുക സാധന ജനതയ്ക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള. ആ ബ്രിട്ടന്റെ റൂൾ എന്തിലാണ് കലാശിച്ചത്? എന്തിനെ ഉപാസിച്ചാണോ വിക്രമാദിത്യ ചക്രവർത്തി അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യം ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഗോൾഡൻ ഏജ് എന്ന് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച ആ സുവർണ കാലഘട്ടത്തെ കെട്ടിപ്പടിച്ചു. സുവർണ കാലഘട്ടം വെറുതെ കഥ പറയുന്നതല്ല, സുവർണ കാലഘട്ടം തന്നെയാണ്. സുവർണ ലിപികളാൽ എഴുതപ്പെട്ട, സ്വർണം കൊണ്ട് എഴുതപ്പെട്ട കാലഘട്ടം.
ആ കാലഘട്ടത്തെ എന്താക്കി മാറ്റി? ആ കാലഘട്ടത്തിൽ നിന്നുണ്ടായ സ്വത്ത് മുഴുവൻ അനുദിനം കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അനുദിനം. ദാദാഭായ് നവറോജി അദ്ദേഹത്തിന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിൽ ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സാമ്പത്തിക ലൂട്ടിനെ കുറിച്ച് പറയുന്നു. ആ ലൂട്ട് തീവണ്ടിയുടെയും ടെലിഗ്രാഫിന്റെയും വരവോടുകൂടി അതിന്റെ പാരമ്യതയിലേക്ക് കുതിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെ വന്നു 1857 ഭാരതത്തിന്റെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ നിർദ്ദയമായി പരാജയപ്പെട്ടു. ഒരുമിച്ച് കൂട്ടിവെക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് കൂട്ടിവെക്കാൻ പറ്റിയില്ല? ചോദ്യമാണ്. ഇതൊക്കെ നമ്മളെ ചരിത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടു, തന്ത്രം എങ്ങനെ ഭാരതത്തിന്റെ ചരിത്രത്തെ സ്വാധീനിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരൊറ്റ ഒന്നാണ്. ഭാരതം ഒരു രാഷ്ട്രമാണ് എന്ന പേരിൽ ഇതിന് ഈ സമര മുന്നണിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് അങ്ങനെ സാധിച്ചില്ല? വിശാല ഭാരത രാഷ്ട്രത്തെ ഹൃദയത്തിൽ കാണുവാൻ സാധിച്ചാൽ മാത്രമേ ഇത് എന്തിനാൽ ഉണ്ടാക്കപ്പെട്ട രാജ്യമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ആ കാലഘട്ടത്തിൽ, അതായത് 1857 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ ചരിത്രത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ആ കാലഘട്ടത്തിൽ ഭാരതത്തിൽ പ്രത്യേകിച്ച് ബംഗാളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ കുതിപ്പുണ്ടാവുകയാണ്. വിപ്ലവകാരികളുടെ കുതിപ്പുണ്ടാവുകയാണ്, കവികളുടെ കുതിപ്പുണ്ടാവുകയാണ്, കലാകാരന്മാരുടെ കുതിപ്പുണ്ടാവുകയാണ്. 1857 മുതൽ 1947 വരെ ഭാരതം മഹാന്മാരെ ഉൽപ്പാദിപ്പിച്ച ഒരു ഫാക്ടറിയാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അനുദിനം ഓരോ ദിവസവും ഓരോ മഹാന്മാരെ. ഇത്രയും മഹാന്മാര് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ ആ മഹാന്മാരൊക്കെ ഏത് കാലത്തിൽ ഉണ്ടായി എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊരു 100 കൊല്ലത്തെ സ്പാനാണ്. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ശ്രീ നഷ്ടപ്പെട്ട രാഷ്ട്രത്തിന് തിരിച്ചു പിടിക്കേണ്ടത്, ഐശ്വര്യം നഷ്ടപ്പെട്ട രാഷ്ട്രത്തെ ഐശ്വര്യം തിരിച്ചു പിടിക്കാൻ ആര് വേണം? ശക്തി ഉണ്ടായേ പറ്റൂ. ആ ശക്തിയെ ഇൻവോക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള ധാരണ ഭാരതത്തിന്റെ നിയതിയെ അന്നും ഇന്നും എന്നും നിശ്ചയിക്കുന്ന യോഗി സമൂഹത്തിന് അറിയാം. ഭാരതത്തിന്റെ നിയതി എല്ലാ കാലവും നിശ്ചയിക്കപ്പെടുന്നത് ഇവിടുത്തെ ജനാധിപത്യം കൊണ്ടോ ഇവിടുത്തെ ജനങ്ങളെ കൊണ്ടോ ഒന്നുമല്ല എന്ന് ഭാരതത്തെ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും. അത് എല്ലാ കാലവും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാത്ത എന്തോ ഒരു പ്രവർത്തനത്തിനും കൊണ്ടാണ്. അതുകൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളൊക്കെ ഛിന്നഭിന്നമായി പോയപ്പോഴും നമുക്ക് ഖണ്ഡിതമായ രാഷ്ട്രത്തിന്റെ ഓർമ്മകൾ പേറേണ്ടി വന്നപ്പോൾ പോലും ഈ രാഷ്ട്രം ഇന്നും തലയെടുപ്പോടെ ഒരു പ്രശ്നത്തെയും ബാധിക്കാതെ നിൽക്കാൻ കാരണം അതിനെ സഹായിക്കുന്ന ചില കരങ്ങൾ പുറത്തെവിടെയോ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ കരങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം തീരുമാനിച്ചു, നമുക്ക് കാളിയെ ഇൻവോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാളിയെ ഇൻവോക്ക് ചെയ്യുന്നത് നമുക്ക് പിന്നെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് കാണാൻ സാധിക്കും. ആ നാഴികക്കല്ല് മറ്റൊന്നുമല്ല, നമുക്ക് കണ്ടാൽ രാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹം ഭവതാരിണി എന്ന് വിളിച്ച് അമ്മയെ ഭൂമിയിലേക്ക് ആനയിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. എൻ്റെ കാളി തന്നെയാണ് ഭാരതത്തിന്റെ മാതാവ് എന്ന സങ്കല്പം അവിടെ നിന്ന് വിവേകാനന്ദ സ്വാമിയിലേക്ക് പകരുന്നത് കാണാൻ സാധിക്കും. ഷിക്കാഗോയിൽ പോയി അദ്ദേഹം ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട സ്വത്വബോധത്തെ ഉണർത്താനാണ് ശ്രമിച്ചത്. ഭാരതീയന്റെ നഷ്ടപ്പെട്ട സ്വാഭിമാനത്തെ ഉണർത്താനാണ് ശ്രമിച്ചത്. ആ സ്വത്വബോധവും സ്വാഭിമാനവും നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്ന ചിന്ത അദ്ദേഹത്തിന് ഭാരതത്തിന്റെ പുറത്തു പോയി സംസാരിക്കുവാൻ പ്രേരണയായത് തൻ്റെ ഗുരുനാഥന്റെ കാളിയോടുള്ള അചഞ്ചലമായ ഭക്തിയാണ്. ആ ഭാരതമാതാവിനെ, കാളിയെ നമ്മൾ പിന്നെ കാണുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ, ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എന്ന് പറയും, അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള വന്ദേ ആനന്ദ മഠത്തിൽ വന്ദേ മാതരം എന്ന് പറയാണ്. ആ വന്ദേ മാതരം എന്ന് പറയുന്ന ഒരൊറ്റ മന്ത്രമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കാരണം. അമ്മ ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം. ആപത്തിൽ എന്ത് ചെയ്യണം? അമ്മയെ വിളിക്കുക എന്ന് ലോകത്ത് തെളിയിച്ച ഒരു രാഷ്ട്രമുണ്ട്, അത് ഭാരതം. എന്തുകൊണ്ട് 1857 സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ വന്ദേ മാതരം എന്ന് മുഴക്കാൻ അവിടെ ഒരു ശബ്ദമുണ്ടായില്ല. പക്ഷേ രാമകൃഷ്ണ പരമഹംസനിലൂടെ, വിവേകാനന്ദനിലൂടെ കാളിക പുറത്തേക്ക് വന്ന സമയത്ത് അവിടെ നിന്ന് തുടങ്ങിയ വിപ്ലവ പ്രവർത്തനങ്ങൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അതിശക്തനായ തീവ്രനായ കാളി ഉപാസകനായിരുന്നു. ഒരുപക്ഷെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ തന്നെ കാരണം എന്ത് എന്ന് ബ്രിട്ടൻ പുറത്തുവിടാൻ ഇരുന്ന രേഖ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പേടിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊരു ബുക്ക് ഇരിക്കുന്നുണ്ട്, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എഴുതിയ പുസ്തകമാണ്.
വളരെ രഹസ്യമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പിന്തുടർ ഗുംനാമി ബാബ എന്നാണ് ബുക്കിന്റെ പേര്. ഗുംനാമി ബാബ, ഇത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹത്തിന്റെ പ്ലെയിൻ ആക്സിഡന്റിന് ശേഷം അദ്ദേഹം ജീവിച്ചതിന്റെ രേഖകളാണ്. അദ്ദേഹം ഒരു സന്യാസി ആയിക്കൊണ്ട് ഭാരതത്തിൽ വന്ന് ജീവിച്ചതിന്റെ രേഖകൾ, വളരെ കൃത്യമായ രേഖകൾ പറയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗങ്ങൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയാണ്, അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ പിന്നീട് ചെലവഴിച്ചത് കാളി ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്. മഹാലോകയുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഒരു തലത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എല്ലാവിധ തിരക്കുകളും മീറ്റിങ്ങുകളും ഒക്കെ കഴിഞ്ഞ് സ്വന്തം ജീപ്പ് ഓടിച്ച് ചുവന്ന വസ്ത്രം മേല് ധരിച്ച്, ചുവന്ന മുണ്ടും ചുവന്ന മേൽ മുണ്ടും ധരിച്ചുകൊണ്ട് രാത്രി അർദ്ധരാത്രി പോയി ദക്ഷിണേശ്വരത്തെ കാളിഘട്ടിൽ പോയി, അല്ലെങ്കിൽ ദക്ഷിണേശ്വർ കാളിഘട്ട് അവിടെ പോയി കാളിയെ സാധന ചെയ്തു എന്നുള്ള രേഖകളൊക്കെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഇത്രയും വലിയ കാളി ഭക്തനാണ്. പക്ഷേ നമ്മുടെ എല്ലാവിധ ഈ പറയുന്ന ചിന്തകളെയും ഊട്ടിയുറപ്പിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ കാളി ഭക്തി ഉണ്ടായിരുന്നത്. റാഷ് ബിഹാരി ബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, സൂര്യസെൻ തുടങ്ങി നോക്കിയാൽ ബംഗാളത്തിൽ നിന്ന് കൊടുമ്പിരി പോലെ, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ കൊടുമ്പിരി കൊണ്ട ഒരു സ്വാതന്ത്ര്യ സമര പ്രവർത്തനം ഭാരതത്ത് കാണാൻ സാധിക്കുന്നത് ശക്തിയുടെ തിരിച്ചുവരവാണ്. രണ്ട് ദേവതകളെയെ ഭാരതം ഇൻവോക്ക് ചെയ്തിട്ടുള്ളൂ, വെൽത്തിനെയും ശക്തിയെയും. ഇനി ഇൻവോക്ക് ചെയ്യാൻ താരയെ ബാക്കിയിരിക്കുന്നു, ചിന്നമസ്തയെ ബാക്കിയിരിക്കുന്നു, ബഗലയെ ബാക്കിയിരിക്കുന്നു. ബഗലയെ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത്. ചൈനീസ് യുദ്ധ സമയത്ത്, ഞാൻ ബഗലയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാം. ചൈനീസ് യുദ്ധ സമയത്ത് ബഗലാമുഖിയെ ഇൻവോക്ക് ചെയ്ത് ചൈനീസ് ട്രൂപ്പ് ജയിച്ച സ്ഥലം വിട്ട് തിരിച്ചു പോയ ഒരു കഥയുണ്ട്. പ്രധാനമന്ത്രി നെഹ്റു അതിനെ മൗനസമ്മതം കൊടുത്തു. അത് അങ്ങനെ ആണ് സംഭവിച്ചതെന്ന് പറഞ്ഞു വന്ന്. ദത്തിയയിലെ, മധ്യപ്രദേശിലെ ദത്തിയയിലെ പീതാംബര പീഠം, അത് ബഗലാമുഖിയുടെ പീഠമാണ്. എവിടെയൊക്കെയാണോ മഹാവിദ്യകൾ ഇൻവോക്ക് ചെയ്യേണ്ടത് ആ സമയത്തൊക്കെ ഋഷിമാർ, നമ്മുടെ ഗുരുക്കന്മാർ അവയെ ഇൻവോക്ക് ചെയ്തിട്ടുള്ള ചരിത്രം ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് മഹാവിദ്യകളെ കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇത് കേവലം എന്തോ പുസ്തകത്തിലുള്ള കാര്യമാണ് എന്നൊന്നും കരുതരുത്. നമ്മുടെ നിയതിയെ നിശ്ചയിച്ച, നമ്മുടെ ജീവിതത്തെ നിശ്ചയിച്ച ഒരുപാട് കാര്യങ്ങൾ മഹാവിദ്യകളുണ്ട്. ഭാരതം എന്ന ഈ വിശാല രാഷ്ട്രത്തിന് നിയതിയെ നിശ്ചയിക്കാൻ കെൽപ്പുള്ള ഒന്നാണ് ഈ മഹാവിദ്യകളെങ്കിൽ ഒരു വ്യക്തിയുടെ നിയതിയെ നിശ്ചയിക്കാൻ എത്രത്തോളം കെൽപ്പ് അതിനുണ്ടാവും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കാളിയെ, താരയെ, ഭൈരവിയെ, ഭുവനേശ്വരിയെ, ഷോഡശിയെ, ബഗലയെ, ചിന്നമസ്തയെ, ധുമാവതിയെ, മാതംഗിയെ, കമലയെ എല്ലാം ഉപാസിക്കുവാനും മനസ്സിലാവുവാനും ആ പന്ഥാക്കൾ എങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ ഉയർത്തുമെന്ന് അറിയാനും ഉള്ള അവസരമാക്കി ഈ ക്ലാസ്സിനെ മാറ്റണം എന്ന് കരുതുകയാണ്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ വിശാലമായിട്ട് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുക, ഓരോ തവണ സംസാരിക്കുമ്പോഴും കൂടുതൽ ആഴത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ ആഴത്തിലേക്ക് മഹാവിദ്യകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ, ജീവിതത്തിൽ മഹാവിദ്യകളുടെ ശക്തി എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം, ജീവിതത്തിൽ എന്താണത് എന്നൊക്കെ അറിയാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും മഹാവിദ്യകളുടെ ആ വലിയ പന്ഥാവിൽ ഒരുമിച്ച് ഒത്തുചേരാം. വിസ്മയകരമായ ലോകത്തിലേക്ക്, വിസ്മയകരമായ ലോകം, മഹാവിദ്യകളുടെ ലോകം, വിസ്മയകരമായ ലോകം. ഓരോ മഹാവിദ്യയുടെ ലോകവും വിസ്മയകരമാണ്. നമ്മളൊരു പാട്ടുണ്ട് മലയാളത്തിൽ, താരാപഥം ചേതോഹരം പ്രേമാമൃതം തൂകുന്നിത. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് അത്. കവി ഉദ്ദേശിച്ച അതൊന്നും അല്ലെങ്കിലും, കവി എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനാണ്, കവി ഉദ്ദേശിച്ച കാര്യം അതൊന്നും അല്ലെങ്കിലും ഞാൻ എപ്പോഴും മനസ്സിൽ പാടുന്ന ഒരു പാട്ടാണ്. താരയുടെ പന്താവ് ചേതോഹരാണ്. അത് എന്നും പ്രേമാമൃതം ഇങ്ങനെ തൂകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ പന്താവും അത്ഭുതകരങ്ങളാണ്. ചിന്നമസ്ത എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് തലവെട്ടി, ചിന്നമസ്ത ആര് എന്ന ചോദ്യത്തിൻ്റെ ഒക്കെ ഉത്തരമുണ്ട്. പരശുരാമനുമായി ബന്ധപ്പെട്ട് പരശുരാമന്റെ അമ്മയുടെ തല എന്തുകൊണ്ട് വെട്ടപ്പെട്ടു എന്നൊക്കെ ചോദ്യമൊക്കെ ചോദിച്ചാൽ ചിന്നമസ്ത ആരാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് ബോധ്യം വരും. കണ്ടേങ്കാളി ഉപാസിക്കുന്ന ആളുകൾ ഇതിലുണ്ടാവും എന്നറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ വിശാലമായിട്ട് നമുക്ക് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാവുമെന്നായിരുന്നു. അങ്ങനെ ഓരോ മഹാവിദ്യകളും
ഭൈരവന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ഭൈരവി ഉപാസന മധ്യപ്രദേശിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പം വീണ്ടും പൊങ്ങി വരുന്ന ഭൈരവി ഉപാസന. ചില ഉപാസനാ പദ്ധതികൾ ലുപ്തപ്രായമായി പോയി, ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി, ചിലതൊക്കെ ഇന്നും പുനരുജ്ജീവിപ്പിച്ച് വരുന്നുണ്ട്, ചിലതൊക്കെ ആളുകൾ വീണ്ടും ശക്തിപ്പെട്ടു വരുന്നു. എന്തായാലും ഭാരതം, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഭാരതം ആധ്യാത്മികമായിട്ട് വലിയൊരു വളർച്ച നേടിയിട്ടുണ്ട്. അത് പഠിക്കുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള ബാഹുല്യമാണ്. കേരളത്തിൽ ഒരു ഭാഗത്ത് ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയാം ഈ കൊറോണയ്ക്ക് ശേഷം എത്ര പേര് നമ്മളുമായിട്ട് സഹകരിച്ചു, എത്ര പേര് പഠിച്ചു എന്ന്. വലിയൊരു സംഖ്യ ആളുകൾ പഠിക്കാൻ തയ്യാറായി. തീർച്ചയായിട്ടും കൊറോണ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. 10-20 ആളെ വെച്ച് ഫിസിക്കൽ ക്ലാസ്സസ് എടുക്കുന്നതിൽ എളുപ്പത്തിൽ ഇപ്പം ഓൺലൈനിൽ എല്ലാവർക്കും വേണ്ടി ക്ലാസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ സുഖത്തിലിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും പഠിക്കുന്നുണ്ട്, നോട്ടുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ വളരെ കാര്യമായി പഠിക്കുന്ന ഒരു ജനത നമ്മളെ ചുറ്റും ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയൊരു മാറ്റമാണ്. കേരളത്തിൽ ഇത്രയും മാറ്റം ഉണ്ടെങ്കിൽ ഭാരതം മുഴുവൻ എത്ര മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പോഡ്കാസ്റ്റ്, സോഷ്യൽ വാണി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടി ഒരു പോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ വ്യൂവേഴ്സിനെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അത്രയും വ്യൂവേഴ്സ്, ഭാരതം മുഴുവനുള്ള അത്രയും വ്യൂവേഴ്സ് അത് കാണുകയും അഭിപ്രായം പറയുകയും, എതിരെ അഭിപ്രായം ഉണ്ടാവും, നല്ല അഭിപ്രായം ഉണ്ടാവും, പക്ഷെ അതൊക്കെ പറയാനും എൻഗേജ് ചെയ്യാനും തയ്യാറാവുന്നു എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. അപ്പം എന്തായാലും ഈ ഭാരതം മുഴുവൻ ഒരു വലിയ ആധ്യാത്മിക കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദശമഹാവിദ്യകളുടെ ഒരു ക്ലാസ് എടുക്കാൻ വീണ്ടും അവസരം കിട്ടിയതിൽ ഞാൻ തഥാഗതക്കാരോട് നന്ദി പറയാണ്. അവരാണ് നിർബന്ധിച്ച് ഈ ക്ലാസ് എടുപ്പിക്കുന്നത്. ആരോ എന്തോ ചെയ്തു, ബോർഡ്. ശരി. അപ്പം തഥാഗതക്കാരുടെ നിർബന്ധം കൊണ്ടാണ് ഇവിടെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം എന്തായാലും ഇത്തവണ നമുക്ക് എല്ലാവർക്കും മഹാവിദ്യയുടെ ക്ലാസ്സിൽ ഒത്തുചേരാം. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായുള്ള ആളുകൾ ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും അവസരം ഉണ്ടോ വിഷ്ണു? അത് പറഞ്ഞോ, മനസ്സിലായില്ല. ഇല്ല, ഇത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. മറ്റേത് ഇതാണല്ലേ. അതിന് ഓപ്ഷൻ ഒരു മെസ്സേജ് അയച്ചോട്ടെ, ഞാൻ പറയാം. ഓക്കെ. അപ്പം ഇങ്ങനെ കേൾക്കണമെന്ന് പണ്ട് ക്ലാസ് കേട്ട ആളുകൾ, ദശമഹാവിദ്യ ക്ലാസ്സുകൾ കേട്ട ആളുകൾക്ക് അങ്ങനെ വീണ്ടും കേൾക്കണം താല്പര്യം ഉണ്ടെങ്കിൽ വിഷ്ണുവിന് മെസ്സേജ് അയച്ചാൽ വിഷ്ണു അതിനുള്ള അവസരം ഉണ്ടാക്കും. പണ്ട് എല്ലാ ക്ലാസ്സുകൾക്കും അങ്ങനെ പഴയ ക്ലാസ്സുകളിൽ പങ്കെടുത്ത ആളുകളൊക്കെ വീണ്ടും ക്ലാസ്സുകളിൽ കയറാറുണ്ടായിരുന്നു. പക്ഷേ സൂമിൻ്റെ ലിമിറ്റ് കാരണമാണ് അത് പറ്റാത്തത്. കാരണം ചിലപ്പോൾ 500 പേരുണ്ടാവും ക്ലാസ്സിന് തന്നെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 500 പേരുണ്ടാവും. 500 പേര് കയറിയാൽ സൂമിൽ കയറാൻ പറ്റില്ല. ആദ്യം കേട്ട ആളുകൾ സന്തോഷം കൊണ്ടും താല്പര്യം കൊണ്ടും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ കയറും. അപ്പം പിന്നെ പുതിയ ക്ലാസ്സിന് ജോയിൻ ചെയ്തവർക്ക് കയറാൻ പറ്റാതെയാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് അങ്ങനെ ഒരു മാറ്റം വരുത്തിയത്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ക്ലാസ്സിനും പങ്കെടുത്തവരുണ്ടല്ലോ, എല്ലാ ക്ലാസ്സിനും തുടർച്ചയായിട്ട് പങ്കെടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണെന്ന് വിഷ്ണു നോക്കിയിട്ട് അത്ര അത്യാവശ്യക്കാർക്കുള്ള കാര്യങ്ങൾ വിഷ്ണു ചെയ്യും എന്നാണ് പറഞ്ഞത്. ശരി, ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലല്ലോ വിഷ്ണു? ഇല്ല രാംജി, നമുക്ക് നേരിട്ടുള്ള ക്ലാസ്സിൽ ആക്കാം. ശരി. അപ്പം തുടർന്ന് നമുക്ക് എന്നാ ക്ലാസ് തുടങ്ങുന്നത്? 28-ാം തീയതി, മറ്റന്നാളാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റന്നാൾ. അപ്പോൾ 27-ാം തീയതി. 27-ാം തീയതി നമുക്ക് കാളി എന്ന് പറഞ്ഞ മഹാവിദ്യയെ പരിചയപ്പെട്ട് തുടങ്ങാം. സത്യത്തിൽ കാളി, താര തുടങ്ങിയ ദേവതകളാണ് ആദ്യത്തെ ദിവസം ഉള്ളത്. പക്ഷേ ഞാൻ ഒരു ദിവസം കാളിക്ക് മാറ്റി വെക്കാറുണ്ട്. അത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. ആരൊക്കെയും അങ്ങനെ മാറ്റി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് നോക്കി ചെയ്യാം. അപ്പം നമ്മൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനാഖ്യം എന്ന ക്രമത്തിലായിരിക്കും ക്ലാസ് എടുക്കുക. സൃഷ്ടിയിലുള്ള ദേവതകൾ, സ്ഥിതിയിലുള്ള ദേവതകൾ, സംഹാരത്തിലുള്ള ദേവതകൾ, അനാഖ്യത്തിലുള്ള ദേവത, ഭാസത്തിലുള്ള അഥവാ അനുഗ്രഹത്തിലുള്ള ദേവതകൾ. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പഞ്ചകൃത്യങ്ങളാണ് ഇതിൻ്റെ ഫോർമാറ്റ്. പഞ്ചകൃത്യങ്ങൾ പ്രകാരം എങ്ങനെയാണ് ഈ ദേവതകൾ എന്നുള്ള വിന്യാസത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മാത്രമാണ് അങ്ങനെ സംസാരിക്കാറുള്ളത്, പഞ്ചകൃത്യങ്ങളുമായി ദശമഹാവിദ്യകളെ കണക്ട് ചെയ്യുന്ന രീതി. ശരി. അപ്പോൾ പഞ്ചകൃത്യങ്ങളുമായി ഇടപെട്ടുകൊണ്ട്, പഞ്ചകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് ഈ ദേവതകൾ, എന്താണ് ഈ ദേവതകളുടെ സ്വരൂപം, എന്താണ് ഈ ദേവതകളുടെ പ്രാക്ടീസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ വികാസം, വളർച്ച, എന്തൊക്കെയാണ് നമുക്ക്
ഈ ദേവതകളുടെ വന്ധാവിലേക്ക് എത്തിച്ചേരാനായിട്ട് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ഇതിനായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ ഇതിനെ മെഡിറ്റേഷൻ ആയിട്ട് ചെയ്യാം. അതുകൊണ്ട് ഈ ക്ലാസ്സിന് 2 സ്വഭാവമുണ്ട്. ഒന്ന് അതിൻ്റെ ജ്ഞാനപാദമാണ്, 2 അതിൻ്റെ യോഗപാദമാണ്. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ കം നോളജ് ക്ലാസ് ആണ്. പ്രാക്ടിക്കൽ ഇൻ ദ സെൻസ് ഓഫ് ഇന്നർ പ്രാക്ടീസ്, ആന്തരിക യാഗക്രമത്തിൻ്റെ പ്രാക്ടീസിലാണ്, അന്തർയാഗക്രമത്തിൻ്റെ പ്രാക്ടീസിലായിരിക്കും ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നമഃശിവായ, ശുഭരാത്രി. മറ്റന്നാൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.